വിമാനത്തിൽ അജിത് പവാറും ഉണ്ടായിരുന്നു എന്നുള്ള വിവരം വരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നിപ്പോൾ അറിയുന്നുണ്ട് എന്നാണ് പി ബസന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറും ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അജിത് പവാർ സഞ്ചരിച്ച വിമാനമാണ് തകർന്നു വീണത്. അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അജിത് പവാർ ആശുപത്രിയിലാണ് എന്നുള്ള വിവരമുണ്ട്. അപ്പോൾ ഇന്ന് അപകടം നടന്ന സ്ഥലത്തേക്ക്, അതായത് ബാരാമതിയിലേക്ക് ഇന്ന് റാലി ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് എത്തുന്ന ആ ഒരു ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ലാൻഡിങ്ങിനിടെ തകർന്നു വീഴുകയായിരുന്നു വിമാനം. അങ്ങനെ നാല് പേർ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അജിത് പവാറിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ആ വിമാനം അല്പസമയം മുമ്പാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇന്ന് ഔദ്യോഗിക പക്ഷത്തിന്റെ ഒരു റാലി അവിടെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അവിടേക്ക് എത്തിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അജിത് പവാർ സഞ്ചരിച്ച വിമാനമാണ് തകർന്നു വീണത്. അജിത് പവാറിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ബാരാമതിയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കവെയാണ് വിമാനം തകർന്നു വീണത്. അങ്ങനെയാണ് അപകടം സംഭവിക്കുന്നത്. അപ്പോൾ ആ വിമാനത്തിൽ അജിത് പവാറും ഉണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണവും കൂടി വരികയാണ്. പി ബസന്ത് തുടരുന്നുണ്ട്. ബസന്ത, ദൃശ്യത്തിൽ തന്നെ ആംബുലൻസ് ഒക്കെ എത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ആശുപത്രി ഉണ്ടായിരുന്നോ? അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ആരോഗ്യനില ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കുന്നു. പൂജ, ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ അജിത് പവാർ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്നാണ് തോന്നുന്നത്. മാത്രമല്ല, അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നില ഗുരുതരമാണ് എന്നുള്ള സൂചനകളാണ് വരുന്നത്. രണ്ട് കാര്യമാണ് നമുക്ക് അതിൽ നിന്ന്, ഈ അപകടത്തിൽ നിന്ന് ഇപ്പോൾ വായിക്കാൻ കഴിയുന്ന ഒന്ന്. ഈ വിവരം വന്നിട്ട് 10-15 മിനിറ്റിനപ്പുറമായി കഴിഞ്ഞു. അജിത് പവാർ ജീവനോടെ ഉണ്ട് എങ്കിൽ അദ്ദേഹം വിമാനത്തിലുണ്ടായിരുന്നുള്ള സ്ഥിരീകരണം ഇപ്പോൾ വരികയാണ്. അജിത് പവാർ വിമാനത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. വിമാനം പൂർണ്ണമായി കത്തി എരിഞ്ഞ് അമർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരം എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10-15-20 മിനിറ്റായി വാർത്ത പുറത്തു വന്നിട്ട് പോലും അജിത് പവാർ ജീവനോടെ ഉണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണം പാർട്ടിയുടെ ഭാഗത്തു നിന്നോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ വരാത്തൊരു പശ്ചാത്തലത്തിൽ അദ്ദേഹം ഈ വിമാനത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും. അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരം എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതീവ ആശങ്കാജനകമായ സ്ഥിതിഗതിയാണ്. വിമാനം പൂർണ്ണമായി കത്തിയമർന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ഗുരുതരമായിരിക്കും ഈ അജിത് പവാറിന്റെ സ്ഥിതി എന്നുള്ള കാര്യം സംശയമില്ല. 66 വയസ്സാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാർ. ഒരുപക്ഷെ NCPയുടെ ഏറ്റവും ശക്തനായ സംഘടനാ രംഗത്ത് വളരെ ശക്തമായി തന്നെ പാർട്ടിയെ മുന്നോട്ട് നയിച്ച ആളാണ് അജിത് പവാർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരത് പവാറിന്റെ ഏറ്റവും വലിയ ശക്തിയും അജിത് പവാർ ആയിരുന്നു. അജിത് പവാർ വിട്ടുപോകുന്നത് ഒരുപക്ഷെ NCPയെ ദുർബലമാക്കുകയും പാർട്ടിയുടെ പിളർപ്പിലേക്ക് നയിച്ചു എന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ് BJP അജിത് പവാറിന് നൽകിയതെന്നും വലിയ ഒരു അദ്ദേഹത്തിന്റെ കഴിവ് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും ഇപ്പോൾ അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പല മൃതദേഹങ്ങൾ പലതും കത്തിക്കരിഞ്ഞ നിലയിലാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ NCPയെ സംബന്ധിച്ചും വളരെ ശക്തമായ ഒരു വലിയൊരു തിരിച്ചടിയാണ് അദ്ദേഹത്തിന്റെ ഈ അപകടം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്രയും ഗുരുതരമായ ഒരു അപകടം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായിട്ടും ഒരു അടിയന്തര ലാൻഡിംഗ് ആയിരുന്നു എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. അതായത് വിമാനം ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു എമർജൻസി ലാൻഡിങ്ങിന് വിമാനം ശ്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതും വിമാനത്താവളത്തിന് സമീപമല്ല എന്നുള്ളൊരു വിവരമാണ്. അതായത് കുറച്ച് മാറി റോഡിന് സമീപമുള്ള ഒരു കുന്നിൻ ചെരുവിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അടിയന്തര ലാൻഡിംഗ് ആയിരുന്നോ അതോ തകർന്നു വീഴുകയായിരുന്നോ എന്നുള്ള വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ.